നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു മലയാള മാസം കൂടി പിറക്കുകയാണ് മിഥുനം 1. മിഥുനം 1 മുതൽ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് രാജയോഗമാണ് ആരംഭമാകാൻ പോകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട്, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് 6 നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. വിദ്യാവിജയം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നതാണ്. വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു മലയാള മാസം കൂടി നിങ്ങൾക്ക് നാളെ മുതൽ വന്നു ചേരാൻ പോവുകയാണ്. ആ ഒരു മാസക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും ഭാഗ്യ സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഒരുപാട് കടങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് വലയുന്ന ഈ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് രാജയോഗമാണ് മിഥുന മാസത്തിൽ വന്നു ചേരുന്നത്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അനുകൂലമായി വന്നു ചേരുന്നതാണ്. ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നൊരു ബോധം മനസ്സിൽ വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വഴിപാടുകൾ നടത്തുന്നത് എന്ന ചിന്തയോടുകൂടി വേണം ക്ഷേത്ര ദർശനം നടത്താൻ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ പോയി എന്നൊരു രീതിയിൽ പോയി കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ ഞാൻ പോയി എന്ന് കണക്ക് തീർക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഗുണങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോകുന്ന വേളയിൽ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് കുളിച്ച് ശുദ്ധിയായി പോകുമ്പോൾ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ആ മണ്ണിലേക്ക് ചെല്ലുന്നത്. അതിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകണം. നല്ലത് ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരണം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നെ കൊണ്ട് ഒരു തെറ്റുകളും ചെയ്യിക്കരുത്. ഭാഗ്യാനുഭവങ്ങൾ തരണം. എല്ലാവിധ ഭാഗ്യങ്ങളും അനുഭവിച്ച് നല്ല രീതിയിൽ ഈ ലോകത്തിൽ കഴിയാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ക്ഷേത്രമുറ്റത്തേക്ക് ചെല്ലാൻ, പ്രാർത്ഥിക്കാൻ. നമ്മൾ ഹൃദയം നുറുങ്ങി ഭഗവാനെ വിളിക്കും. ഹൃദയം കൊടുത്തു ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വിഫലമായി പോവുകയില്ല. അത് ഫലമായി തന്നെയായിരിക്കും വരുന്നത് എന്നൊരു ബോധത്തോടു കൂടി വേണം എപ്പോഴും ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ. പ്രത്യേകിച്ച് 1-ാം തീയതികളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണവും തുണയുമായി നമ്മൾക്ക് ആ ഒരു മാസക്കാലം ഭഗവാന്റെ കൃപ നമുക്കൊപ്പം ഉണ്ടാകും. അതാണ് 1-ാം തീയതികളിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമായിരിക്കും ആ ഒരു മാസക്കാലം നമ്മൾ അനുഭവിക്കുന്നതെന്ന് മുതിർന്നവർ പറയാറില്ലേ? അതുതന്നെ 1-ാം തീയതികളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല വാക്കുകൾ ഉച്ചരിക്കുക, നല്ല കാര്യങ്ങളിലേക്ക് മുഴുകാൻ ശ്രമിച്ചാൽ ആ ഒരു മാസക്കാലം നമുക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോകാൻ പറ്റും. പിന്നീടും തുടർന്ന് അടുത്ത മലയാള മാസം ഇങ്ങനെ 1-ാം തീയതി വരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ വളരെയധികം നേട്ടം ഒരു മാസക്കാലവും നമ്മളെ തുണയായി ഉണ്ടാകും, ഭഗവാന്റെ അനുഗ്രഹം ഉൾപ്പെടെ. അപ്പോൾ 1-ാം തീയതികൾക്ക് വളരെയധികം പ്രാധാന്യം ഏവരും കൊടുക്കുക. അന്നേ ദിവസം പണം തൂർത്തടിക്കാനോ അനാവശ്യ ചെലവുകൾക്കോ ഒന്നും വിനിയോഗിക്കരുത്. ആ ഒരു ദിവസം നിങ്ങൾ അല്പം കെയർ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു മാസക്കാലം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു മാസത്തിൽ എങ്ങനെ സന്തോഷമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നതിനൊരു ടിപ്പായിട്ട് പറയാൻ തരുന്നത് ആദ്യത്തെ മലയാള മാസം നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ പുറത്തു പോകുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാമെങ്കിൽ ആ ദിവസത്തെ ഭയഭക്തി ബഹുമാനത്തോടെ കൈകാര്യം ചെയ്താൽ വരുന്ന പിന്നീടുള്ള ആ ദിവസങ്ങൾ, ആ ഒരു മാസത്തിൽ, ആ ഒരു മിഥുന മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളൊക്കെയും നിങ്ങൾക്ക് പൊന്നോണം തന്നെയായിരിക്കും. അത്രത്തോളം ഭാഗ്യം തന്നെ ഉണ്ടാവും. ആ ഒരു ദിവസത്തെ ശ്രദ്ധയായിരിക്കും പിന്നീടുള്ള ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം ഓരോ മലയാള മാസ സമയത്തിലും നാളെ ഇപ്പോൾ അടുത്ത് നമുക്ക് മിഥുനം തൊട്ട് തുടങ്ങാം. അന്നേ ദിവസം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു വിധത്വം പാലിക്കുക. ശുഭകരമായി ആ ദിവസത്തെ നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് അയക്കുകയാണെങ്കിൽ പിന്നീടുള്ള സമയം, ആ ഒരു മാസക്കാലം നമുക്ക് ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്കതും അനുഭവത്തിൽ വരുന്നതാണ്. അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ 6 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അവിട്ടമാണ്. രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക്. നല്ല ഒരു സമയം, തെളിവായ ഒരു സമയം, തെളിഞ്ഞ ഒരു ജലാശയം പോലെ അല്ലെങ്കിൽ തെളിഞ്ഞ ഒരു തെളിനീര് പോലെയുള്ള ഒരു സമയമാണ് മിഥുനം 1 മുതൽ തുടങ്ങാൻ പോകുന്നത്. ഭാഗ്യം ധാരാളമായി വന്നു ചേരുന്നതാണ്. ജ്യോതിഷപ്രകാരം പറഞ്ഞാൽ അവിട്ടം നക്ഷത്രക്കാരുടെ ഏറ്റവും അനുകൂല സമയത്തിലേക്കാണ് നാളെ മുതൽ നിങ്ങൾ എത്തിച്ചേരാനായി പോകുന്നത്. അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് പോയി ദർശനമൊക്കെ കഴിക്കുക. ദർശനം അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളൊക്കെ കഴിപ്പിച്ച്
ഉറപ്പിച്ച് ദർശനം നടത്തുക. വളരെയധികം നേട്ടം വന്നു ചേരുന്നതാണ്. അല്പം ഓവർ തിങ്കിങ് ഉണ്ട്, അതൊന്ന് കുറയ്ക്കണം. അനാവശ്യമായ ചിന്തനങ്ങൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ച ഭഗവാൻ അറിയാം എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ അവിടെ നേരത്തെ തന്നെ എല്ലാം എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഓവറായിട്ടുള്ള ഒരു ചിന്തന മനസ്സിൽ വരുമ്പോൾ തന്നെ അത് ശരീരത്തെയും പല രീതിയിൽ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് ഒന്ന് കുറയ്ക്കുക. നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. നല്ലൊരു സമയമാണ് ആരംഭമാകാൻ പോകുന്നത്. പൂരമാണ് രണ്ടാമത്തെ നക്ഷത്രം. നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം കൂടി നടത്തുക. 2025 ഏറ്റവും നല്ല സമയത്തിലേക്കാണ് പൂരം നക്ഷത്രക്കാർ കടക്കാൻ പോകുന്നത്. വളരെയധികം ഭാഗ്യദായകമായ സമയമാണ്. വിവാഹ യോഗമൊക്കെ തെളിയുന്നുണ്ട്. ധനപരമായ നേട്ടത്തിൻ്റെ സമയമാണ്. അല്പം ധനം നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ധനത്തിൻ്റെ ഇരട്ടി നേടിയെടുക്കാൻ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ ആയാലും എങ്ങനെയായാലും സാധിക്കുന്നതാണ്. പ്രാർത്ഥിച്ചു വേണം ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാനായിട്ട്. ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. ധനയോഗം തെളിഞ്ഞ മറ്റൊരു മലയാള മാസം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത്. മകമാണ് അടുത്ത നക്ഷത്രം. ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അല്പം എടുത്തുചാട്ടം, മുൻകോപം, പിടിവാശി, ദേഷ്യം ഇതൊക്കെ ഉള്ളത് ഒന്ന് നിയന്ത്രിക്കാനായി ശ്രമിക്കണം. ചിലപ്പോൾ നമ്മളുടെ പ്രവൃത്തി തന്നെ നമുക്ക് വാളായി മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സത്പ്രീതി വരുത്താനായി ഒന്ന് ശ്രമിക്കേണ്ടതാണ്. ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയം തന്നെയാണ്. പുതുഗൃഹവാസം ഒക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വസിക്കുന്ന വീട് എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായ സമയം കൂടി വന്നു ചേരുന്നതാണ്. എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്നതിനാൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ഒരു പുതിയ അഴിച്ചുപണിയുടെയൊക്കെ ഒരു സമയമാണ്. അപ്പോൾ ഗൃഹത്തിൽ അല്പം അഴിച്ചുപണി അല്ലെങ്കിൽ ഒന്ന് മോടി പിടിപ്പിക്കേണ്ടതായ അവസരങ്ങളൊക്കെയാണ്. ഒരു വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട. എങ്കിലും പ്രാർത്ഥന അനിവാര്യമാണ്. നല്ല സമയമാണെന്ന് പറഞ്ഞ് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നാൽ പറ്റുകയില്ല. പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ അനുകൂലമായ സമയത്ത് അനുകൂല ഫലങ്ങൾ അനുകൂലമായ രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. സമയം വളരെ അനുകൂലം തന്നെ. പുണർദമാണ് അടുത്ത നക്ഷത്രം. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന സമയമാണ്. ഒത്തിരി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ്. മെച്ചപ്പെട്ട ഒരു ആരോഗ്യം ഉണ്ടാകുന്നതാണ്. ഉയർച്ചയുണ്ടാകും. നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അതിൽ പകുതിയൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാനായി ഒരു മാസത്തിനുള്ളിൽ തന്നെ സാധ്യമാകും. വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിദ്യാവിജയം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തുടർ പഠനത്തിലൊക്കെ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. കുടുംബ സൗഖ്യം ഉണ്ടാകും. കുടുംബത്തിൽ ചില വഴക്ക് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. ധനാഭിവൃദ്ധിയുടെ സമയമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. എന്തെങ്കിലും വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വഴിപാടുകൾ മുടങ്ങിക്കിടന്നാലും പലവിധ അനിഷ്ടങ്ങൾ ദേവിയിൽ നിന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ പറഞ്ഞ് അതിൻ്റെ ഗുണം കിട്ടിയിട്ട് ആ വഴിപാട് നടത്താതെ ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തന്നാൽ അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നടത്തി തന്നാൽ ഇത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചില നേർച്ചകൾ നേരും. എന്നിട്ട് കാര്യം നടന്നു കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അത് മനുഷ്യ സഹജമാണ് മറവിയൊക്കെ. അപ്പോൾ മറവിയുടെ ആഴങ്ങളിൽ പെട്ടത് പോകുമ്പോൾ പിന്നീട് അത് പലവിധ ബുദ്ധിമുട്ടുകളായി മാറാറുണ്ട്. കാരണം നമ്മൾക്ക് ആ ഗുണം തന്നു കഴിയുമ്പോൾ ദൈവത്തെ മറക്കുന്നത് ഒരിക്കലും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പോൾ എന്തെങ്കിലും ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ മറന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആ വഴിപാടുകൾ കൂടി കഴിപ്പിക്കാൻ ശ്രമിക്കുക. തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം. ഏറ്റവും അനുകൂലമായ സമയമാണ്. ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതം ഒരുപാട് നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതൊക്കെ മാറാൻ പോവുകയാണ്. സൗഭാഗ്യ സമയമാണ്. നേട്ടമാണ്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ അകലുന്ന സമയമാണ്. ഗുണകരമായ സമയം മിഥുനമാസം മുതൽ തുടങ്ങുന്നുണ്ട്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. വിദേശ ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട്. വളരെയധികം സൗഭാഗ്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്താൻ മറക്കേണ്ട. വഴിപാടുകളൊക്കെ നടത്തുക. പ്രാർത്ഥന മുടക്കരുത്. ധൈര്യസമേതം മുന്നോട്ട് പോവുക. ഭഗവാൻ മഹാദേവന്റെ ഒരു അനുഗ്രഹം, ഒരു കരുതൽ, ഒരു തുണയൊക്കെ നിങ്ങളുടെ കൂടെയുള്ള ഒരു സമയം തന്നെയാണ് വന്നണയാൻ പോകുന്നത്. മകയിരം നക്ഷത്രക്കാർക്കും ഏറ്റവും ഭാഗ്യസമയം തന്നെയാണ്. സർവ്വ ഐശ്വര്യകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എല്ലാവിധ ആർഭാടങ്ങളോടും എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കഴിയാനുള്ള യോഗം വന്നു ചേരുന്നു. ധനം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. അതിനൊക്കെ ഒരു പകുതി വരെ നിങ്ങൾക്ക് അതൊക്കെ വീട്ടാനായി സാധിക്കുന്നതാണ്. പൂർണ്ണമായി വീട്ടാൻ ഈ ഒരു മാസക്കാലത്തിൽ പറ്റുമെന്നല്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു സമാധാനം തരുന്ന നിലയിലേക്ക് അതിനെയൊക്കെ ഒന്ന് ഒരു വഴിക്ക് മാറ്റി ഒന്ന് വീട്ടിയൊക്കെ എടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ്.
ഉയർച്ചയുണ്ടാകും. വളരെയധികം നേട്ടം, മറ്റുള്ളവർക്ക് പോലും അതിശയപ്പെടുത്തുന്ന തരത്തിൽ, അതായത് ഒരുപാട് അധപതനത്തിലായിപ്പോയി നിങ്ങൾ പെട്ടെന്ന് എങ്ങനെ വീണ്ടും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു അതിശയം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ അതിശയം തോന്നിക്കുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകും. ഐശ്വര്യ സമയമാണ് വന്നു ചേരുന്നത്. ഐശ്വര്യ സമയമായതിനാൽ ഐശ്വര്യങ്ങൾ അനുഭവത്തിൽ വന്നേ മതിയാവും. പക്ഷേ പ്രാർത്ഥന മുടക്കരുത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു പോകേണ്ട സമയമാണ്. അപ്പോൾ ഇരട്ടി പ്രാർത്ഥന ഇരട്ടി നേട്ടത്തെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കും എന്ന ബോധത്തോടു കൂടി ധൈര്യമായി മുന്നോട്ട് പോവുക. വളരെയധികം അനുകൂല സമയമാണ് മിഥുന മാസം മുതൽ ഈ 6 നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്.